ഹലോ ഫ്രണ്ട്സ്, ട്യൂട്ടർ വോൾട്ടിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ്. കാരണം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആയവർക്ക് യൂട്യൂബ് ചാനലിൽ നിന്നുമുള്ള വരുമാനം കുറയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് വീഡിയോയിൽ ആഡ് പ്ലേസ് ആകുന്നില്ലെങ്കിൽ, അതായത് നിങ്ങൾ യൂട്യൂബ് വീഡിയോ പ്ലേ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളല്ല മറ്റൊരാൾ യൂട്യൂബ് വീഡിയോ പ്ലേ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ യൂട്യൂബ് വീഡിയോയിൽ പരസ്യങ്ങളൊന്നും വരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച അത്രയും വ്യൂസ് ഉണ്ടായിട്ടും നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ വരുന്ന വ്യൂസിനനുസരിച്ചുള്ള ഏണിങ്സ് നിങ്ങൾക്ക് വരുന്നില്ലെങ്കിൽ, യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് ഈ ഒരു 5 സെറ്റിങ്സ് ആക്റ്റീവ് ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ 5 സെറ്റിങ്സ് ആക്റ്റീവ് ആണെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോ വ്യൂ അനുസരിച്ച് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു 5 സെറ്റിങ്സ് ആക്റ്റീവ് ആണോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കണം. ഈ സെറ്റിങ്സ് ആക്റ്റീവ് ആണെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ ഓൺ ആണെങ്കിലും നിങ്ങൾക്ക് അതിൽ നിന്നും വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് യൂട്യൂബ് സ്റ്റുഡിയോയിൽ നിന്നും നമുക്ക് അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ കിട്ടിയ യൂട്യൂബേഴ്സ് അറിഞ്ഞിരിക്കേണ്ട 5 സെറ്റിങ്സുകൾ ആക്റ്റീവ് ആണോ എന്നുള്ളതാണ്. ഈ ആക്റ്റീവ് അനുസരിച്ചായിരിക്കും, അല്ലെങ്കിൽ ഈ സെറ്റിങ്സ് അനുസരിച്ചായിരിക്കും നിങ്ങളുടെ യൂട്യൂബ് വീഡിയോയിൽ പ്ലേസ് ചെയ്യുന്ന യൂട്യൂബിൻ്റെ ആഡ്സിൽ നിന്നും നിങ്ങൾക്ക് വരുമാനം കിട്ടുക. അല്ലെങ്കിൽ ആഡ്സ് ഏതൊക്കെ പൊസിഷനിൽ പ്ലേസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളും എല്ലാം നമുക്ക് ഈ സെറ്റിങ്സിലൂടെയാണ് ആക്റ്റീവ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ വലിച്ചു നീട്ടാണ്ട് വീഡിയോയിലേക്ക് പോയിട്ട് വരാം. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനെടുത്ത് ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിലെ ഈ സെറ്റിങ്സുകൾ ആക്റ്റീവ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ആക്റ്റീവ് അല്ലെങ്കിൽ നിങ്ങൾക്കത് എങ്ങനെ ആക്റ്റീവ് ചെയ്യണം എന്നും ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വീഡിയോയിലേക്ക് നമുക്കൊന്ന് പോകാം. അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കാൻ മറക്കാതിരിക്കുക. യൂട്യൂബ് ചാനലിന് മോണിറ്റൈസേഷൻ കിട്ടിയിട്ടും നിങ്ങളുടെ ചാനലിന് വരുമാനം വരുന്നില്ല, നിങ്ങളുടെ യൂട്യൂബ് വീഡിയോയ്ക്ക് വരുന്ന വ്യൂസിനനുസരിച്ച് നിങ്ങൾക്ക് വരുമാനം വരുന്നില്ലെങ്കിൽ, നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ഒരു 5 സെറ്റിങ്സുകൾ ആക്റ്റീവ് ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. ഈ മോണിറ്റൈസേഷൻ സെറ്റിങ്സുകൾ ആക്റ്റീവ് ആണെങ്കിൽ മാത്രമായിരിക്കും നിങ്ങളുടെ ചാനലിലിടുന്ന വീഡിയോസിൽ ആഡ് പ്ലേസ് ചെയ്യുകയുള്ളൂ. അതിനനുസരിച്ച് നിങ്ങൾക്ക്, അല്ലെങ്കിൽ വ്യൂസിനനുസരിച്ച് നിങ്ങൾക്ക് വരുമാനം കിട്ടുകയുള്ളൂ. അപ്പോൾ അത് ആക്റ്റീവ് ആണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ സെറ്റിങ്സ് മോണിറ്റൈസേഷൻ്റെ വരുന്ന ഈ സെറ്റിങ്സ് ആക്റ്റീവ് ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി മൊബൈൽ ഫോണിൽ നിന്നും യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക. ഇത് നമുക്ക് മൊബൈൽ ഫോണിലൂടെയും ഡെസ്ക്ടോപ്പിലൂടെയും ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. അതിനുശേഷം ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഏൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും ഹലോ, നമ്മുടെ ട്യൂട്ടർ വോൾട്ട് എന്ന് പറയുന്ന നമ്മുടെ ചാനലിൻ്റെ പേരൊക്കെ അവിടെ എഴുതി വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മോണിറ്റൈസേഷൻ കിട്ടിയതിൻ്റെ URA യൂട്യൂബ് പാർട്ട്ണർ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. പിന്നെ വേസ് ടു ലേൺ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏതൊക്കെ വഴിയിലൂടെ നമുക്ക് വരുമാനം ഏൺ ചെയ്യാം, അല്ലെങ്കിൽ യൂട്യൂബ് വരുമാനം നമുക്ക് ഏൺ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആഡ് പ്ലേസ് ചെയ്യുന്ന ഏതൊക്കെ ടൈപ്പ് ആഡുകളുണ്ട്, വാച്ച് പേജ് ആഡ്സ് ഉണ്ട്, ഷോർട്ട് ഫീഡ്സ് ആഡ്സ് ഉണ്ട്, മെമ്പർഷിപ്പിലൂടെ നമുക്ക് വരുമാനം അയക്കാം, അതുപോലെ സൂപ്പർ താങ്ക്സിലൂടെ നമുക്ക് വരുമാനം ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ ശേഷം ഏൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, ഈ വാച്ച് പേജ് ആഡ്സ് എന്ന് പറയുന്ന സെക്ഷൻ ആക്റ്റീവ് ആണോ എന്ന് നോക്കുക. എൻ്റെ ഇപ്പോൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്, ഞാനിവിടെ ആക്റ്റീവായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഞാൻ ഇതിൻ്റെ സെറ്റിങ്സിൽ ആക്റ്റീവ് ആക്കിയാണ് ഇട്ടിരിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ ഷോർട്ട് ഫീഡ് ആഡ്സ് എന്ന് പറയുന്നത് ആക്റ്റീവ് ആണോ എന്ന് നിങ്ങൾ നോക്കുക, അതും നിങ്ങൾ ആക്റ്റീവ് ആക്കി കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ മെമ്പർഷിപ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതും നിങ്ങൾ ആക്റ്റീവ് ആക്കി ഇടുക. അതായത് നമുക്ക് നമ്മുടെ യൂട്യൂബ് വീഡിയോയിൽ ആഡ് പ്ലേസ് ചെയ്യുന്നതിനാണ് വാച്ച് പേജ് ആഡ്സ് എന്ന് പറയുന്നത്. നമ്മുടെ വീഡിയോ പ്ലേ ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ അകത്ത് ആഡ് പ്ലേസ് ചെയ്യുകയും അതിൽ നിന്നും വരുമാനം കിട്ടുന്നതിനും വേണ്ടിയുള്ള ഒരു സെറ്റിങ്സാണ് ഇത്. അത് ആക്റ്റീവ് ആക്കി തന്നെയാണോ കിടക്കുന്നതെന്ന് നോക്കുക. അതുപോലെ നമ്മുടെ ഷോർട്ട് ഫീഡ്സിൽ നിന്നും നമുക്ക് വരുമാനം ലഭിക്കുന്നതിന് വേണ്ടി, ആഡ് പ്ലേസ് ചെയ്ത് വരുമാനം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ആ സെറ്റിങ്സും ആക്റ്റീവ് ആണോ എന്ന് നിങ്ങൾ നോക്കുക. അതുപോലെ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സെറ്റിങ്സ് ഉണ്ട്. നമുക്ക് പല എമൗണ്ട് നമുക്ക് സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ചാനലിലേക്ക് നമ്മുടെ വ്യൂവേഴ്സിനെ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതിൽ നിന്നും നിങ്ങൾക്കൊരു ചെറിയ വരുമാനം ഏൺ ചെയ്യാനും സാധിക്കും. അപ്പോൾ ഈ മെമ്പർഷിപ്പ് വീഡിയോ ലഭിക്കുന്നതിന്, അല്ലെങ്കിൽ മെമ്പർഷിപ്പ് എന്ന് പറയുന്ന സെറ്റിങ്സും ആക്റ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. എൻ്റെ ചാനലിൽ ആക്റ്റീവാണ്. അതുപോലെ
സൂപ്പർ താങ്ക്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. താങ്ക്സ് എന്ന് പറഞ്ഞില്ല, സൂപ്പർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതും ആക്റ്റീവ് ആണെന്ന് നോക്കുക. കാരണം നിങ്ങൾ ലൈവ് വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു സപ്പോർട്ടിന് വേണ്ടി അവർക്ക് നമുക്ക് സൂപ്പർ താങ്ക്സ് ഒക്കെ തരാവുന്നതാണ്. അതൊരു ചെറിയ എമൗണ്ടൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ്. ചെറുതല്ല, നല്ല രീതിയിൽ എമൗണ്ട് കിട്ടുന്നതായിരിക്കും. നമുക്ക് നല്ല വ്യൂസും സബ്സ്ക്രൈബറും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വരുമാനം കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് ഈ സൂപ്പർ താങ്ക്സ് എന്ന് പറയുന്നത്. ഇത്ര കാര്യങ്ങളും നിങ്ങൾ ആക്റ്റീവ് ആണോ എന്ന് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഡെസ്ക്ടോപ്പിലൂടെ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് നോക്കുക. അതിനുശേഷം ഷോപ്പിംഗ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. അത് ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനൊരു ബ്രാൻഡായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ഞാനവിടെ ഷോപ്പിംഗ്സിൻ്റെ അവിടെ ഈ ഗെറ്റ് സ്റ്റാർട്ടഡ് ഒക്കെ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഉടൻ തന്നെ ഇടുന്നതായിരിക്കും. നമ്മുടെ ചാനലിലൂടെ നമ്മുടെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഷോപ്പ് ചെയ്യുന്നതിന് വേണ്ടി, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഷോപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ലിങ്ക് ഞാൻ അതിലൂടെ ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ ഈ ഷോപ്പിങ്ങിൻ്റെ സെറ്റിങ്സ് ചെയ്യുന്നതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഈ ഏൺ എന്ന് പറയുന്ന സെക്ഷനിൽ പോയിട്ട് ആക്റ്റീവ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. ആക്റ്റീവ് അല്ലെങ്കിൽ നിങ്ങൾക്കത് എങ്ങനെ ആക്റ്റീവ് ചെയ്യണം എന്നുള്ള വീഡിയോ ഞാൻ ഉടൻ തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുകയും താഴെ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ കൊടുക്കുകയും വേണം. നിങ്ങൾ ഇത് ആക്റ്റീവായി ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ ഈ വീഡിയോയുടെ ഇപ്പോൾ നിങ്ങൾ വാച്ച് പേജ് ആഡ് എന്ന് പറയുന്ന ഈ സെറ്റിങ്സ് ആക്റ്റീവ് ആണെങ്കിൽ ഈ വ്യൂ അനലറ്റിക്സിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഏണിങ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കുവാൻ സാധിക്കും. നമുക്ക് അഡ്വർടൈസേഴ്സ് പേ ചെയ്യുന്ന എമൗണ്ട് 1K വ്യൂസിന് നമുക്ക് അഡ്വർടൈസ് പേ ചെയ്യുന്ന വരുമാനം എത്രയാണെന്നും അതുപോലെ നമുക്ക് നമ്മുടെ വീഡിയോയിൽ പ്ലേസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആഡ്സ് ഉണ്ട്. അപ്പോൾ ഈ ആഡ്സിൽ നിന്നും നമുക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ കാര്യങ്ങളാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. സ്കിപ്പബിൾ വീഡിയോ ആഡ്സിന് നമുക്ക് 49% എമൗണ്ട് കിട്ടുന്നുണ്ട്. അതുപോലെ നോൺ സ്കിപ്പബിളിൻ്റെ അകത്ത് 18%, ഡിസ്പ്ലേ ആഡ്സിന് 17%, ബമ്പർ ആഡ്സിന് 14.2%. അങ്ങനെ നമുക്ക് കിട്ടുന്ന വരുമാനമാണ്. ഇതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ആക്റ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആക്റ്റീവ് അല്ലെങ്കിൽ അത് ആക്റ്റീവ് ആക്കാനുള്ള വീഡിയോ ഞാൻ ചെയ്ത് തരുന്നതായിരിക്കും. ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ വരുന്ന കമൻറ്റ് അനുസരിച്ച് മാത്രമായിരിക്കും ഞാൻ അടുത്ത വീഡിയോ ഇതെങ്ങനെ ആക്റ്റീവ് ആക്കണം എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.